ഹായ് ഹലോ, കുറേ ദിവസമായി എല്ലാവരെയും ഒന്ന് കണ്ടിട്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു. നമ്മളുടെ ഡിസ്പാച്ചൊക്കെ കുറേ ഡിലേ ആയി, കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നു. എന്താ പറയുക, ഒട്ടും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. എനിക്ക് നമ്മുടെ ഒരു ഡിസംബർ 25 തുടങ്ങി പല്ലിന് ചെറിയൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടേതായിട്ടുള്ള മെഡിസിൻസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. വളരെ സിവിയറായിപ്പോയി. ഒരു ക്ലിനിക്കിൽ കാണിച്ചു, നമുക്ക് മോശമായൊരു അനുഭവമാണ് ഉണ്ടായത്. പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചാണ് ഇപ്പോൾ ഈ സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് ഞാൻ എത്തിയത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല്ലും ചെവിയും തലയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. പല ദിവസങ്ങളും ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പലരെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. പലരുടെയും മെസ്സേജ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഓക്കെ ആകുമ്പോൾ ഞാൻ വന്ന് പാക്കിങ്ങിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനോ കംപ്ലീറ്റ് ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് അത് ഞാൻ ആ പാക്ക് ചെയ്ത് അന്നത്തെ ദിവസം ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് ഇല്ലേ, ആ പ്ലാന്റ്സാണിത്. പിന്നീട് അതെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഒരു രൂപം ഇതായി. ഇനിയിപ്പോൾ പുതിയ പ്ലാന്റ്സ് വരുന്നുണ്ട്. നമ്മളുടെ ഡിസ്പാച്ചിന് നല്ല രീതിയിൽ റെഗുലറായിട്ട് നമുക്ക് വരുന്ന മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാനിപ്പോൾ റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട്, അതായത് നമുക്ക് പേയ്മെൻറ്റ് തന്ന് റിട്ടേൺ കൊടുത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പ്ലാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കോണ്ടാക്ട് ചെയ്യാനുണ്ട് കുറേ പേരെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് തുടങ്ങി അങ്ങ് കോണ്ടാക്ട് ചെയ്യാണ്. നാളെ രാവിലെക്കുള്ളിൽ തീരും. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവരും ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. പിന്നെ എന്താ പറയുക, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, തീർത്തും ഒരു റെസ്പോൺസ് എനിക്ക് തരാൻ പറ്റിയില്ല. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ബിഗ് സോറി പറയാണ്. പിന്നെ ഈ ഒരു അവസരം മുതലാക്കി കുറച്ച് സെല്ലേഴ്സ് വളരെ മോശമായ രീതിയിൽ കുറേ സെറ്റിൽ ചെയ്ത കേസുകളും അല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഒരുപാട് മോശമായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ഇതിൽ ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. തെറ്റിദ്ധാരണകൾ പരക്കുന്നത് ശരിയല്ലല്ലോ. കസ്റ്റമേഴ്സ് കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പ്ലാന്റ് കിട്ടിയില്ല, എൻ്റെ റെസ്പോൺസ് കിട്ടിയില്ല. അതൊക്കെ വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും ഓൺലൈനിലുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ആർക്കും എന്നെ നേരിട്ട് അറിയില്ല. സ്വാഭാവികമായിട്ടും സംശയം തോന്നും. അതെനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെയൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടും നമ്മളുടെ അവസ്ഥ അറിഞ്ഞിട്ടും മനഃപൂർവ്വം നമ്മളോട് ചിരിച്ച് കാണിച്ചിട്ട് ഗ്രൂപ്പുകളിൽ പോയി, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോയി കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരത്തിയവർക്കെതിരെയാണ് ഞാനിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് അറിയാത്തവർ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അറിയുന്നവർ പറയുമ്പോൾ, അതും നേരിട്ട് അറിയുന്നവർ പറഞ്ഞു പരത്തുമ്പോൾ അത് വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത് എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. പലരും അത് പറഞ്ഞു, ചിലവർ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ തന്നു. അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ലീഗലി മൂവ് ചെയ്തേ ഉള്ളൂ. കാരണം ഇത് ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക വേറെ പല സെല്ലേഴ്സും ഇത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പാഠമാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു കാര്യം ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലാതെ വന്നതെല്ലാം എൻ്റെ വളരെ വലിയ മിസ്റ്റേക്കാണ്. പക്ഷെ അതെനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് അത്ര തീർത്തും എനിക്ക് വയ്യാതെ ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്ലാൻസ് ഞങ്ങൾ തരും. അത് മൺഡേ തുടങ്ങിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാം. ഇതിനകത്ത് 2 പേരുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. റാബിയ ഉസ്മാൻ, പ്രിയ രാജീവ്. ഇവർ 2 പേരും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർക്ക് വേഗത്തിൽ ഞാൻ റിപ്ലൈ തന്നോളാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടിയും എൻ്റെ വാട്സപ്പ് നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചിട്ടേക്കൂ. അപ്പോൾ ആരെങ്കിലും റെസ്പോൺസ് ഞാൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റെസ്പോൺസ് തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.